മറിയത്തെ അമലോത്ഭവം എന്ന് വിളിക്കുമ്പോൾ 1000 ആശയങ്ങളോട് കൂടിയാണ്. അതിൻ്റെ ഒരു മാംസധാരണമാണ് അമലോത്ഭവം എന്ന് പറയുന്ന ഒരു മൗലിക ആശയം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ കാര്യം വെച്ചാൽ ഈ ക്രിസ്തുവാകുന്ന വചനത്തെ കൺസീവ് ചെയ്യുമ്പോൾ തന്നെ മറിയാം അത് കൺസീവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആളാണ്. അതാണ് കഴിവെന്ന് നമ്മൾ പറഞ്ഞത്. ഓരോരുത്തരുടെയും കഴിവനുസരിച്ചെന്ന് പറഞ്ഞല്ലേ. മറിയത്തിൻ്റെ അമലോത്ഭവം മറിയത്തിൻ്റെ കഴിവനുസരിച്ച് ദൈവം കൊടുത്തിരിക്കുന്നത്. അല്ലാതെ മറിയത്തോട് ഡിവൈഡ് ചെയ്തിട്ട് ദൈവം പ്രത്യേക ഒരു ദാനം കൊടുത്തതിനേക്കാൾ ഉപരി ആ ദാനം ഗ്രേസ് ഇഷ്ടപ്പോൾ നേച്ചർ എന്ന് നമ്മൾ പറയുമ്പോൾ ആ നേച്ചർ മറിയത്തിനുണ്ട്. അതാണ് അതിനെ കഴിവെന്ന് പറയുന്നത്. വചനമായിട്ട് മനസ്സിലാക്കാനും വചനം വളർത്തിക്കൊണ്ടുവരാനുള്ള മനോഭാവങ്ങൾ, നിലപാടുകൾ, നയങ്ങൾ, സമീപനങ്ങൾ, പ്രതികരണങ്ങൾ, ഇങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെയുള്ള ഒരു ഫേവറബിൾ കൾച്ചർ അറിയാം ആദ്യം മൂലം കീപ്പ് ചെയ്തിരുന്നതിൻ്റെ പേരിലാണ് അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുന്നത്.